യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്കായി ഇടപെടലുകൾ ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വധശിക്ഷ നീട്ടിയ സാഹചര്യത്തിൽ നിലവിലെ സ്ഥിതി കേന്ദ്ര സർക്കാർ കോടതിയെ ധരിപ്പിക്കും. അതേസമയം 6 അംഗ നയതന്ത്ര സംഘത്തെ കേന്ദ്ര സർക്കാർ നിയോഗിക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, എന്താണ് മറ്റു വിവരങ്ങൾ? എപ്പോഴായിരിക്കും ഹർജി സുപ്രീം കോടതി പരിഗണിക്കുക? യുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി ഇന്നിപ്പോൾ വീണ്ടും പരിഗണിക്കും. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഈ വധശിക്ഷ നടപ്പാക്കേണ്ടിയിരുന്നത്. എന്നാൽ ഭാരത സർക്കാരിന്റെ ശക്തമായ സമ്മർദ്ദത്തിനൊടുവിൽ വധശിക്ഷ മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ വധശിക്ഷ മാറ്റിവെച്ചതൊഴിച്ചാൽ നിമിഷപ്രിയയുടെ മോചനമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നടപടികൾ ഇതുവരെയായിട്ടും ആയിട്ടില്ല. ഈ നിമിഷപ്രിയയുടെ കുടുംബവും അതേപോലെ തന്നെ കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സൗഹൃദ രാഷ്ട്രങ്ങളുടെ ഒരു സമ്മർദ്ദം കൂടി ഇതിൽ ഉപയോഗിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല മറ്റ് ഇടപെടലുകൾ, അതായത് കാന്തപുരം AP അബൂബക്കറിന്റെ ഇടപെടലുകൾ ഉണ്ട് എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം തള്ളിയിരുന്നു. കേസ് ആദ്യം പരിഗണിച്ചപ്പോൾ എന്താണ് കേസിന്റെ അവസ്ഥ എന്നുള്ളത് കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കിയിരുന്നു. അതായത് ഈ കേസിൽ നയതന്ത്രപരമായി ഭാരതത്തിന് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നതിന്റെ പരമാവധി ഭാരതം എത്തി നിൽക്കുകയാണ്. മറ്റ് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ ഈ സ്വകാര്യ ചർച്ചകൾ, അതായത് യമൻ ഭരണകൂടത്തിൽ കൂടുതൽ സ്വാധീനമുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചകളും മറ്റും നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ നിലവിലെ കേസിന്റെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയെ ബോധിപ്പിക്കും. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.